നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മറ്റൊരു അർജന്റീൻ സൂപ്പർ താരം കൂടി യൂറോപ്പ് വിട്ടു. ഇതവണ ലിയാൻഡ്രോ പെരേഡസ് ആണ് യൂറോപ്പ് വിട്ടിരിക്കുന്നത്. 31 വയസ്സേ താരത്തിനുള്ളൂ. യൂറോപ്പിൽ കളി തുടരാതെ അർജന്റീനയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. അർജന്റീൻ ക്ലബിലേക്ക് ലിയാൻഡ്രോ പെരേഡസ് എത്തുന്നു. ബൊക്ക ജൂനിയേഴ്സിലേക്ക്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറും അദ്ദേഹം വളർന്ന തന്നെ ബൊക്കയിലൂടെയാണല്ലോ. അങ്ങനെ ബൊക്കയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നു. റോമ വിട്ട് ബൊക്കയിലേക്ക്. റോമക്കും ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് യൂറോപ്പിൽ കളിക്കാൻ പോയ ക്ലബ്ബാണ് റോമ. പിന്നെ പലയിടത്തും കളിച്ചു. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും പാരീസ് സെൻ ജർമ്മനിലും യുവൻറ്റസിലും ഒക്കെ കളിച്ച് 2023 വീണ്ടും റോമയിലെത്തിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞ് ബൊക്ക ജൂനിയേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടൊരു കുറിപ്പ് തന്നെ AS റോമയുടെ ആരാധകരോട് പറയുന്നുണ്ട്. എനിക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല. ഞാൻ കിഡായിരുന്ന സമയത്ത് എന്നെ വെൽക്കം ചെയ്തവരാണ് നിങ്ങൾ. എന്നെയും എൻ്റെ ഫാമിലിയെയും നിങ്ങൾ വീട്ടുകാരെന്ന പോലെ സ്വീകരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും റോമ എല്ലായ്പ്പോഴും എൻ്റെ സെക്കൻഡ് ഹോമായിരിക്കും. എൻ്റെ യൂറോപ്പിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്ലബ്ബ് റോമയാണ്. ഐ ആം സോറി, എനിക്ക് നിങ്ങളോടൊപ്പം ഒന്നും നേടാൻ കഴിഞ്ഞില്ല, ഒരു കിരീടവും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് മനസ്സിൽ സമാധാനമുണ്ട്. എല്ലാം സമർപ്പിച്ചാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആ ഘട്ടത്തിലൊരു ഗ്രേറ്റ് പ്രൊഫഷണൽ ആയിരുന്നു എന്ന് തന്നെയാണ്. യങ്സ്റ്റേഴ്സിന് റോൾ മോഡലാണ് എന്ന് തന്നെയാണ്. എബോ ഓൾ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചത് റോമിൽ വെച്ചിട്ടാണ്. പക്ഷെ അവർ 3 പേരും റോമനിസ്റ്റി തന്നെയാണ്. ഇപ്പോൾ എനിക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായി. എൻ്റെ സ്വപ്നത്തിലുള്ള ടീമിലേക്ക് മടങ്ങാനുള്ള സമയമായി. എൻ്റെ ഹൃദയത്തിലുള്ള ടീമിലേക്ക് മടങ്ങാൻ സമയമായി. അതേസമയം എല്ലാ റൊമാനിസ്റ്റുകളും ഞാൻ പറയുന്നത് മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. റോമ ആൻഡ് ലാ റോമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വിട പറയുന്നത്. അതേസമയം ഇന്നിപ്പം വലിയൊരു പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തെ ബൊക്ക ജൂനിയേഴ്സ് അൺവീൽ ചെയ്തിരിക്കുകയാണ്. വമ്പൻ പ്രോഗ്രാം തന്നെ അവർ നടത്തി. എന്ന് പറഞ്ഞാൽ 50,000-ലധികം ആളുകൾ പങ്കെടുത്തൊരു പ്രോഗ്രാമിലാണ് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, എനിക്ക് വാക്കുകളില്ല നിങ്ങളുടെ ഈ സ്നേഹം അനുഭവിക്കുമ്പോൾ. ബൊക്ക ഫാൻസിൽ നിന്ന് എല്ലായിടത്തുനിന്നും എനിക്ക് ആ ഒരു സ്നേഹം ലഭിച്ചിരുന്നു. ഞാൻ ബൊക്കയുടെ ആ മാഡ്നെസ് അനുഭവിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി മടങ്ങിയെത്തിയിരിക്കുകയാണ്. നീണ്ട കാലം എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയ നേട്ടങ്ങൾ നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിടത്തേക്കാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. എൻ്റെ സ്വപ്നമായിരുന്നു ഇങ്ങോട്ടേക്ക് മടങ്ങുക എന്നുകൂടി ഇപ്പോൾ പെരേഡസ് പറഞ്ഞു. ചുരുക്കത്തിൽ പെരേഡസും മടങ്ങി. അപ്പോൾ അതിപ്പോൾ ടോപ്പ് 5 ലീഗിൽ നിന്ന് അർജൻറ്റീനയുടെ 2022 വേൾഡ് കപ്പ് വിന്നേഴ്സ് മടങ്ങിപ്പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. മെസ്സി വരെ മടങ്ങിപ്പോയില്ലേ. മെസ്സി MLS-ലല്ലേ ഇപ്പോൾ. അതുപോലെ പലരും പോയി. അക്യൂഞ്ഞ പോയി. ഡീബോൾ ഇത് പോകാൻ നിൽക്കുന്നു. 31 വയസ്സേ ഉള്ളൂ. അതുപോലെ 31 വയസ്സിലാണ് പെരേഡസ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.